ഒടുവിൽ BBC-ക്ക് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. BBC-ക്ക് കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചുമത്തിയിരിക്കുന്നത് 3.44 കോടി രൂപയുടെ പിഴയാണ്. EDയുടെ അന്വേഷണത്തിലാണ് BBC പല കാര്യങ്ങളിലും, അതായത് വിദേശ നാണ്യ വിനിമയ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വിദേശ നാണ്യ വിനിമയ ലംഘനത്തിന് 3.44 കോടി രൂപയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് BBC-ക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഏകദേശം 3,14,510 പൗണ്ടാണ് BBC-ക്ക് പിഴയായി ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ BBC-യുടെ പ്രതികരണം ഇതിൽ വന്നിട്ടുണ്ട്. BBC പറയുന്നത് ഈ ഉത്തരവ് നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. BBC ഈ വാർത്ത നിഷേധിക്കുകയാണ്. സകല വാർത്തകളും അറിയാവുന്ന BBC-ക്ക് ഈ വാർത്ത മാത്രം അറിയില്ല, ഇങ്ങനൊരു വാർത്തയില്ല, ഈ ഉത്തരവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇത് സത്യമല്ല എന്നാണ് BBC പറയുന്നത്. മോഡിയുടെ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററി BBC ഒരു അജണ്ട സെറ്റ് ചെയ്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ അത് ഇന്ത്യയിൽ നിരോധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്കറിയാം USAID, അതായത് US-ന്റെ ഇങ്ങോട്ടേക്കുള്ള ഫണ്ട്, CIA ചാര ഫണ്ടായിട്ടുള്ള $21 മില്യൺ ഒക്കെ ഇങ്ങോട്ടേക്ക് നരേന്ദ്രമോദി അട്ടിമറിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. അത് പല മാധ്യമങ്ങളുടെ കയ്യിലും എത്തിയിട്ടുണ്ട്. ആ മാധ്യമങ്ങൾ ജനങ്ങളുടെ മനസ്സ് മാറ്റാനും ഒരു അജണ്ട സെറ്റ് ചെയ്യാനും രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുമായി ഈ ഫണ്ടിലൂടെയുള്ള പണം ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. മോദിയെ ഇനി ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു പ്രൊവിഷൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വേറൊരു സർക്കാരിനെ കൊണ്ടുവരാനായിരുന്നു ശ്രമിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് BBC ഇവിടെ നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് കലാപത്തിന്റെ ഡോക്യുമെന്ററി ആ സമയത്ത് കൊണ്ട് പ്രചരിപ്പിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഡോക്യുമെന്ററി നിരോധിക്കപ്പെട്ടിരുന്നെങ്കിലും പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്നു, യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. ധ്രുവ് രാഠിയെ പോലെയുള്ളവർ അവരുടെ യൂട്യൂബിൽ അത് പ്രദർശിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും പല കോളേജുകളിലും ഇതിന്റെ അജണ്ടയുടെ ഭാഗമായി ഈ ഡോക്യുമെന്ററി വലിയ LCD സ്ക്രീനിലിട്ട് പ്രചരിപ്പിക്കുന്നു. വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ BBC-ക്കെതിരെ അന്വേഷണം വരുന്നത്. ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്ന് BBC പറയുന്നുണ്ടെങ്കിലും വിദേശ ഉടമസ്ഥാവകാശം 26% കുറയ്ക്കുന്നതിൽ BBC പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് പ്രകാരം പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഇതിനു പുറമെ 3 ഡയറക്ടർമാർക്ക് 1,04,836 പൗണ്ട് വീതമാണ് പിഴ ചുമത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഡൽഹി, മുംബൈ BBC ഉദ്യോഗസ്ഥർ ഡൽഹി, മുംബൈ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലെ BBC-യിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. 2 മാസത്തിന് ശേഷം 2023 ഏപ്രിലിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ED BBC-ക്കെതിരെ അന്വേഷണവും ആരംഭിച്ചു. ആ അന്വേഷണത്തിന്റെ അവസാനമാണ് ഇത്തരത്തിൽ BBC-ക്ക് പിഴ ചുമത്തുക ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2023 ഡിസംബറിൽ ഇന്ത്യൻ ഭാഷാ സേവനങ്ങൾക്കായി ഒരു പുതിയ കമ്പനി ആരംഭിച്ച BBC-ക്ക് കമ്പനിയുടെ വിദേശ ഉടമസ്ഥാവകാശം അനുവദനീയമായ 26% ആയി കുറയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നതിന് കാരണം കാണിക്കൽ നോട്ടീസ് ആദ്യം നൽകിയിരുന്നു. എന്നാൽ ഈ നോട്ടീസും കൈപ്പറ്റിയതായി BBC അറിയിച്ചിട്ടില്ല. ഈ നോട്ടീസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഇങ്ങനൊരു നോട്ടീസേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് BBC അന്ന് പറഞ്ഞ വാദം എന്ന് പറയുന്നത്. ആ BBC-ക്കാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും നിയമലംഘന കാലയളവിൽ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിനാണ് ഈ കമ്പനിയുടെ 3 ഡയറക്ടർമാർക്കെതിരെ 1,04,836 പൗണ്ട് പിഴ ചുമത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നു. അഡ്ജുറേഷൻ ഉത്തരവ് ഇതുവരെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഈ പിഴ തുക ഞങ്ങൾ അംഗീകരിക്കില്ല എന്നും BBC നിലവിൽ പറയുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും കലാപം തടയാൻ വേണ്ടത്ര ശ്രമിച്ചില്ല എന്ന നരേന്ദ്രമോദിക്ക് നേരെ വലിയ ആരോപണ ശരങ്ങൾ ചെയ്തുകൊണ്ടാണ് BBC അന്ന് ആ ഡോക്യുമെന്ററി ഇവിടെ റിലീസ് ചെയ്തത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആ ഡോക്യുമെന്ററി റിലീസ് ചെയ്തത്. ആ ഡോക്യുമെന്ററിയുടെ പശ്ചാത്തലത്തിലാണ് BBC-യുടെ പല ലംഘനങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തു കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.